All right, welcome everyone to our another session. നമ്മുടെ വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം അല്ലെങ്കിൽ 5-ാം അധ്യായം നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ ചെയ്തിരുന്നു. എന്നാൽ തന്നെയും അതിൽ ചില ഭാഗങ്ങൾ എനിക്ക് എടുക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അത് വളരെയധികം സമയം എടുക്കും എന്നുള്ളൊരു കാരണത്താൽ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോയി അതിൻ്റെ കഴിഞ്ഞ ഭാഗം എടുത്ത എല്ലാ വേഴ്സസിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. എന്നാൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് നോക്കാൻ സമയം കിട്ടാത്ത ആ ഭാഗങ്ങൾ അത് നമുക്കിന്ന് നോക്കാം. കാരണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള 6 മുതലുള്ള അധ്യായങ്ങൾ പലപ്പോഴും പലർക്കും അത് വളരെ പോരാട്ടങ്ങളുള്ള ഭാഗങ്ങളാണെങ്കിൽ തന്നെയും ഈ 5 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ മനസ്സിലായില്ലെങ്കിൽ 6 കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലായിട്ടും കാര്യമൊന്നുമില്ല. ഇനി ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിലും നമുക്കെല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്, നമുക്കത് അറിയുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 5 വരെയുള്ള ഭാഗം നമുക്കത് മനസ്സിലായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോടും ഓരോ വ്യക്തികളോടും സംസാരിക്കുന്നത് എന്തെന്ന് മനസ്സിലായില്ലെങ്കിൽ അത് മുന്നോട്ടുള്ള നടക്കാൻ പോകുന്ന ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടും അതിൽ നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ദൈവരാജ്യത്ത് കയറുകയില്ല. അപ്പോൾ ഈ 5 വരെയുള്ള അധ്യായങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തായിരുന്നു നമ്മൾ നോക്കി എന്നുള്ളത്. നമ്മൾ ആക്ച്വലി പ്രപഞ്ചത്തിൻ്റെ തന്നെ സിംഹാസനത്തിലേക്ക് നമുക്കൊരു ഫ്രണ്ട് സീറ്റ് കിട്ടി അല്ലേ. ഇത് ദൈവം യോഹന്നാൻ എന്ന തൻ്റെ പ്രിയ ശിഷ്യൻ വഴി സഭകളോട് എഴുതുന്ന കത്തുകളാണിത്. അപ്പോൾ ഈ കത്തിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതിയ കൂട്ടത്തിൽ ദൈവം ആ 7 സഭകളോടുള്ള ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്ന ഒരു ഭാഗമാണ് ഈ 4 മുതലുള്ള ഭാഗങ്ങൾ. ഇവിടെ ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും കീ വേർഡായിട്ട് നിൽക്കുന്നത് സിംഹാസനം എന്ന വാക്ക് തന്നെയാണ്. അത് ഈ ഒരു അധ്യായത്തിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് 14 തവണയാണ്. വെളിപാടിൽ ഇത് 43 തവണ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പ്രധാന വിഷയം ആരാധന തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരവും പരമാധികാരവും അതിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു മനോഹരമായ 2 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പം ഇവിടെ യോഹന്നാന് സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ഒരു കാഹളനാദം പോലെ ഒരു സ്വരം കേട്ടിട്ട് ദൈവം ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ആത്മാവിവശനായി ആ സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളത് പഠിച്ചപ്പോൾ മനസ്സിലായി ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സ്വർഗീയ പിതാവാണ്. ആദ്യത്തെ ആ ഒറ്റ ഷോട്ടിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ മൂവി എടുക്കുന്ന രീതിയിലാണെങ്കിൽ ആദ്യത്തെ ഷോട്ട് പോകുന്ന ആ സിംഹാസനത്തിലാണെങ്കിൽ ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്നത് സ്വർഗീയ പിതാവാണ്. അതിനുള്ള കാരണങ്ങളും നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്തുകൊണ്ടാണ് അത് സ്വർഗീയ പിതാവ് എന്ന് പറയുവാൻ അല്ലേ. അപ്പം അവിടെ ആത്മവിവശനായ യോഹന്നാന് ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ഒരു കാഹളനാദം പോലത്തെ ഒരു സ്വരം കേട്ടിട്ട് അങ്ങോട്ട് കയറി വരാൻ പറയുകയാണ്. കാരണം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഉടനെ തന്നെ ആത്മാവിലാകുന്ന യോഹന്നാന് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ കാണിച്ചു കൊടുക്കണം. ഇത് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞ പോലെ യോഹന്നാൻ ഇത് ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന ഒരു കിനാവല്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഏത് തലത്തിലാണോ ഇത് സംഭവിക്കുന്നത്, ഏത് റലത്തിലാണോ അങ്ങോട്ടാണ് ഈ യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അല്ലാതെ സ്വപ്നം കാണുകയല്ല. യോഹന്നാൻ ഇത് അവിടെ ആ റിയൽ ടൈമിൽ കാണുന്നത് പോലെയാണ് അത് എഴുതുന്നത്. കാരണം ആ എഴുതുന്ന രീതികൾ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്വപ്നമല്ല, ഇത് ആ യോഹന്നാൻ അവിടെ നിന്ന് കാണുകയാണ്. അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പം അവിടെ ഒരു സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു അല്ലേ. അത് സിംഹാസനത്തിൽ അവിടെ ഇരിക്കുന്ന ഇംഗ്ലീഷിൽ ദ അപ്പിയറൻസ് ഓഫ് ജാസ്പർ ആൻഡ് കർണീലിയൻ, അത് വളരെ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത് അത്രയും ഒരു പ്രകാശത്തിൽ ഇരിക്കുന്ന ഒരു ദൈവമാണ് അവിടെ നിൽക്കുന്നത് അല്ലേ. അതിന് ചുറ്റും ഒരു മഴവില്ലും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴവില്ല് ഒരു കംപ്ലീറ്റ് ഒരു പകുതിയല്ല, ഒരു ഫുൾ സർക്കിളാണ്. ആ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു മഴവില്ലാണത്. അപ്പോൾ ഒരു ഭയാനകമായ ഒരു സീൻ തന്നെ ആയിരിക്കണം
അത് കഴിഞ്ഞിട്ട് അവിടെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടത്, അവിടെ 24 മൂപ്പന്മാർ നിൽക്കുന്നുണ്ട്. ആ 24 മൂപ്പന്മാർക്കും സിംഹാസനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിംഹാസനമുണ്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അല്ലേ. അവർക്ക് സിംഹാസനമുണ്ട്, അവർക്ക് കിരീടമുണ്ട്. ഈ കിരീടം എന്ന് പറയുമ്പോൾ എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് വ്യക്തമാക്കിയോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് സ്തെഫാനോസ് എന്നുള്ള വാക്കാണ് ആ കിരീടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു ധരിച്ചിരിക്കുന്ന കിരീടം ഈസ് ഡയഡോസ്. അത് വേറൊരു വാക്കാണ്. ഡയഡം എന്ന് പറയുന്നൊരു വാക്കാണ്. അത് ഒരേ കിരീടമല്ല. ഈ സ്തെഫാനോസ് എന്ന് പറഞ്ഞ വിക്ടേഴ്സ് ക്രൗൺ എന്ന് പറയുന്ന ഒരു അതിജീവിച്ച് വരുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അതിജീവിച്ച് വന്ന ഒരു മൂപ്പനാണ്, ഒരു വ്യക്തിയാണ് അവിടെ 24 മൂപ്പന്മാരുള്ളിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ക്രൗണും. ആ ക്രൗൺ എന്ന് പറയുന്ന സ്തെഫാനോസാണ്. യേശു ക്രിസ്തു ധരിക്കുന്ന ക്രൗൺ അല്ല അവർക്ക് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ വിക്ടേഴ്സ് ക്രൗൺ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞോ ഇല്ല എനിക്ക് ഉറപ്പില്ല, കാരണം ഞാൻ അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ അവിടെ നിന്ന് ഇടിമുഴക്കങ്ങൾ കേട്ടു, അവിടെ നിന്ന് മിന്നൽ, അവിടെ നിന്ന് കണ്ട കാഴ്ച യോഹന്നാനെ ഒരുപക്ഷെ ഞെട്ടിച്ച് കാണും. കാരണം അവിടെ കണ്ടത് ഒരു ലൈറ്റ്നിങ് ഉണ്ടായിരുന്നു, തണ്ടർ ഉണ്ടായിരുന്നു അല്ലേ. ദൈവത്തിൻ്റെ 7 ആത്മാവെന്ന് പറഞ്ഞ 7 പന്തങ്ങളുണ്ടായിരുന്നു. ഒരു കടൽ, അത് ഒരു വെള്ളത്തിൻ്റെ കടലാണോ എന്തിൻ്റെ കടലാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ അവിടെ ഒരു സീ ഓഫ് ഗ്ലാസ് എന്നാണ് പറയുന്നത്, മിങ്കിൾ വിത്ത് ഫയർ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് ആത്മവിവേശനായി നിൽക്കുന്ന യോഹന്നാൻ. അപ്പോൾ നമ്മൾ 24 മൂപ്പന്മാർ ആര് എന്ന് നമ്മൾ നോക്കി അല്ലേ. അതായത് ഇവർ ഈ മഹാകഷ്ടതയിൽ കൂടെ കടന്നു വരുന്ന വിശ്വാസികളല്ല. കാരണം എന്താ? വെളിപാട് 7-ാം അധ്യായം അതിന് 13-14 അവർ കയറി വരുമ്പോൾ ഈ മൂപ്പന്മാരവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അത് അവരല്ല എന്ന് പറയുന്നത്. പിന്നെ ഇത് ഏഞ്ചൽസ് ആണെന്ന് ചിലർ പറയും. ഏഞ്ചൽസ് അല്ല. കാരണം ഏഞ്ചൽസിന് എങ്ങും തന്നെ ക്രൗൺ കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല. ഏഞ്ചൽസിന് എണ്ണവുമില്ല. എണ്ണമില്ലെന്ന് പറഞ്ഞാൽ എണ്ണാൻ ഒരു കണക്ക് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്തോളണം. അതുകൊണ്ട് ഏഞ്ചൽസ് അല്ല. അത് പിന്നെ 7-11 ഈ ഏഞ്ചൽസും ഉണ്ട്, മൂപ്പന്മാരും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഇസ്രായേൽ എന്ന രാജ്യത്തിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ രാജ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുമാകാൻ വഴിയില്ല. കാരണം അത് വെളിപാട് 7-12 വായിക്കുമ്പോൾ അത് അവരല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് എല്ലാം ദൈവത്തിൻ്റെ ഈ ഭൂലോക വാസത്തിൽ സകലതിനെയും അതിജീവിച്ച് വന്ന ഒരു 24 മൂപ്പന്മാരാണ്. പഠിച്ചു വരുമ്പോൾ തിയോളജിയൻസ് പറയുന്ന ഞാനും ചിന്തിക്കുന്നത് ഇത് സഭയെ പ്രതിനിധീകരിക്കുന്ന 24 പേരാണ്. അപ്പോൾ നമുക്ക് വേണ്ടി പ്രതിനിധീകരിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. അവിടെ അങ്ങനെ ഉണ്ടായിരിക്കട്ടെ. പക്ഷെ അവർക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് കിട്ടുന്ന സിംഹാസനങ്ങൾ, അവർക്ക് ഒരു വൈറ്റ് റോബ് കിട്ടുന്നുണ്ട്, അവർക്ക് സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം കിട്ടുന്നുണ്ട്, അവരൊരു പ്രത്യേകം പാട്ട്, ദ സോങ് ഓഫ് ദ റിഡീംഡ് എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്നുണ്ട്. അവർ മൂപ്പന്മാരെന്നും കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നും വിളിക്കുന്നുണ്ട്. ഈ കിങ്സ് ആൻഡ് പ്രീസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് 3 കൂട്ടർക്ക് ഈ കിങ്സ് ആൻഡ് പ്രീസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. 1 മെൽക്കിസദേക്കിന്, 2 യേശുക്രിസ്തുവിന്, 3 സഭയ്ക്ക്. അതുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത് യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ എന്ന് പറയുന്ന. അപ്പോൾ സഭയ്ക്കേ അതുള്ളൂ. അതുകൊണ്ടാണ് 24 മൂപ്പന്മാർ സഭ തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ ആ കൺക്ലൂഷനിൽ വരാൻ കാരണം. ഓക്കെ, ഈ ക്രൗൺസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്രൗൺസ് സ്തെഫാനോസാണ്. സ്തെഫാനോസ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൗൺ അല്ല, യേശു ക്രിസ്തുവിൻ്റെ ഇത് ഡയഡം എന്ന് പറയുന്നതാണ്, അത് വേറെയാണ്. ഇത് പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ, അവരുടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ ചെയ്ത പ്രവൃത്തികൾക്ക് കിട്ടുന്ന ഒരു ക്രൗണാണ്. അല്ലാതെ രക്ഷിക്കപ്പെട്ടവർക്ക് കിട്ടുന്നതല്ല. രക്ഷയിൽ വന്നു കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർക്ക് പ്രതിഫലമായി കിട്ടുന്നതാണ്. ഇതൊരിക്കലും ഏഞ്ചൽസിന് കൊടുത്തിട്ടില്ല. ഇത് ബീമാ സീറ്റിൽ വെച്ചാണ് കൊടുക്കുന്നത്. അത് നമ്മൾ നോക്കി 5, ഇത് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയതുകൊണ്ട്. എന്നാൽ 5 തരത്തിലുള്ള ക്രൗൺസ് പറയുന്നുണ്ട്. ക്രൗൺ ഓഫ് ലൈഫ്, ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, ക്രൗൺ ഓഫ് ഗ്ലോറി, ക്രൗൺ ഇൻകറപ്റ്റബിൾ, ക്രൗൺ റിജോയ്സിങ്. അതിൻ്റെ റെഫറൻസസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അത് ആ ഭാഗവും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഭാഗം ഈ 4 ഈ ഭാഗമാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം അവിടെ വേറൊരു കാര്യം യോഹന്നാൻ കാണുന്നുണ്ട്. അതായത് 4 ഉഗ്രജീവികളെ കാണുന്നുണ്ട് അല്ലേ. അത് 4-ന്റെ വെളിപ്പാട് 4-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള ഭാഗമാണ്.
അപ്പം ഈ 7 മുതൽ സിംഹാസനം 6 മുതൽ വായിക്കാം. സിംഹാസനം മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പും പിമ്പും കണ്ണ് നിറഞ്ഞിരുന്നു. അപ്പോൾ ഈ ജീവികളുടെ മുമ്പും പിമ്പും കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കാണിക്കുന്ന, ദൈവം എല്ലാം കാണുന്ന ദൈവം എന്ന് കാണിക്കുന്ന ഭാഗം കൂടിയാണ് ഈ കണ്ണുകൾ. 1-ാം ജീവി സിംഹത്തിൻ്റെ സദൃശ്യം. ഇവർക്ക് 4 മുഖങ്ങളുണ്ട്. ഈ ഓരോ ജീവികൾക്കും 4 മുഖങ്ങളുണ്ട്. 1-ാം ജീവി സിംഹത്തിൻ്റെ സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പരുന്തിന് സദൃശ്യം. മലയാളത്തിൽ കഴുകനല്ല, പരുന്താണ്. അപ്പോൾ ഈ 4 ജീവികൾക്ക് 6 ചിറകുണ്ട്. അതിന് വീണ്ടും പറയുന്നുണ്ട് ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചിറകിലും ഈ കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു പറഞ്ഞാൽ ഇത് വേറെ പിന്നെ നമ്മൾ വായിച്ചിട്ടുള്ളത് കിങ് ജെയിംസ് വേർഷനിൽ ഇവരെ മൃഗങ്ങൾ എന്ന് തന്നെയാണ്, ബീസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഏഞ്ചൽസിൻ്റെ ആ പട്ടികയിൽ എവിടെയാണ് ഇവർ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഇവർ എസെക്കിയേൽ പ്രവാചകൻ കണ്ട കെരൂബുകളോട് വളരെ സാമ്യമുള്ളവയാണ്. നമ്മൾ എസെക്കിയേലിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 14, 10-ാം അധ്യായം 20 മുതൽ 22 അത് പറയുന്നുണ്ട്. അപ്പോൾ എസെക്കിയേൽ കണ്ട കെരൂബുകളോട് വളരെ സാമ്യമുണ്ടെങ്കിലും അവർ ചെയ്യുന്ന സ്തുതി യെശയ്യാവ് കാണുന്ന സെറാഫുകൾ ചെയ്യുന്ന അതേ സ്തുതിയാണ്. അപ്പോൾ ഇത് രണ്ടും കലർന്ന ഒരു ഉഗ്രജീവികൾ, ഒരു പ്രത്യേക ജീവികൾ തന്നെയാണ്. അപ്പോൾ ഇവർ ബാക്കി മൂപ്പന്മാരും വേറെ ആരെക്കാട്ടിയും ദൈവത്തിനോട്, സ്വർഗീയ പിതാവിനോട് അടുത്ത് നിൽക്കുന്ന ഉഗ്രജീവികളാണ്. വേറെ ആരും ഇത്രയും അടുത്ത് നിൽക്കുന്നില്ല. സോ ദേ ആർ വെരി പവർഫുൾ. ദേ ആർ അവർ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ശക്തിയുള്ള ഉഗ്രജീവികളാണ്. അതുകൊണ്ട് 4 മുഖങ്ങളുള്ളത്. അപ്പം ഈ 4 മുഖങ്ങളെക്കുറിച്ച് ആക്ച്വലി എനിക്ക് പറയാൻ കഴിഞ്ഞ ആഴ്ച സമയം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്കുള്ളിൽ പറഞ്ഞു അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിൽ ഉള്ള ചെറിയ കാര്യങ്ങൾ പോലും ഈസ് ബൈ ഡിസൈൻ. ഒന്നും യാദൃച്ഛികമായി വരുന്നൊരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, ഈ 4 മുഖമുള്ള ഉഗ്രജീവികൾ അതിനൊരു കാരണമുണ്ട്. അതായത് 1 സിംഹം, 2-ാമത്തെ കാള, 3-ാമത്തെ മനുഷ്യൻ, 4-ാമത്തെ പരുന്ത്. ഇതിനൊരു കാരണമുണ്ട്. വെറുതെ അല്ല, അവർക്കൊരു റാൻഡമായിട്ട് അവർക്ക് കൊടുത്തേക്കുന്ന 4 രൂപങ്ങൾ അല്ല അത്. അപ്പം നമുക്കത് ദൈവത്തിൻ്റെ ആത്മാവ് എത്ര സൂക്ഷ്മതയാണ് ദൈവവചനം എഴുതിയിരിക്കുന്നതും അതിൻ്റെ ഡിസൈൻ എങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യം തോന്നും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ഈ ടേബിൾ അതിശയമാണ്. അതിശയം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അതിശയം തോന്നിയൊരു കാര്യമാണ്. അതായത് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ആബ്സൊല്യൂട്ട് ഗോഡ്സ് സിഗ്നേച്ചർ. ഇതൊരു മനുഷ്യനെ കൊണ്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഉഗ്രജീവികളുടെ 4 മുഖങ്ങളും നമ്മുടെ 4 ഗോസ്പൽ, മാത്യു, മാർക്ക്, ലൂക്ക്, ജോണുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മത്തായിയുടെ സുവിശേഷം യേശുക്രിസ്തുവിനെ മസീഹയായിട്ടാണ് കാണിക്കുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിനെ ഒരു ദാസനായിട്ട്, ദാസരൂപത്തിൽ വന്ന ദൈവം എന്നുള്ള രീതിയിലാണ്, ദാസനായിട്ടാണ് കാണുന്നത്. ലൂക്കോസോ മനുഷ്യപുത്രൻ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് അവർ ആ എഴുത്തിൽ കാണിച്ചിരിക്കുന്നത്. യോഹനാനോ ദൈവപുത്രൻ. അപ്പോൾ മത്തായി സുവിശേഷം മാത്യു ഷോസ് ഹിം ആസ് എ മെസ്സായ, മാർക്ക് ഷോസ് ഹിം ആസ് എ സെർവൻറ്റ്, ലൂക്ക് ഷോസ് ഹിം ആസ് എ സൺ ഓഫ് മാൻ, ആൻഡ് ജോൺ പ്രസൻസ് ജീസസ് ക്രൈസ്റ്റ് as the സൺ ഓഫ് ഗോഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മത്തായി ഇങ്ങനെ മസീഹയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. മാർക്ക് ദ ഗോസ്പൽ ഓഫ് മാർക്ക് ഒരു ദാസൻ്റെ രൂപത്തിൽ വന്ന ദൈവത്തെ, ദാസൻ എന്നുള്ളൊരു ടൈറ്റിലാണ് കൊടുക്കുന്നത്. ലൂക്ക് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. യോഹന്നാൻ സൺ ഓഫ് ഗോഡ്. അപ്പം ഇനിയാണ് ഇതിൻ്റെ ഡിസൈൻ്റെ ഒരു ആശ്ചര്യം നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ മസീഹയായിട്ടാണ് മാത്യുവിൻ്റെ സുവിശേഷം പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ജീനിയോളജി വരുമ്പോൾ അബ്രഹാമിൽ മുതലാണ് തുടങ്ങുന്നത്. കാരണം എന്തുവാ, ഇസ്രയേലിൻ്റെ മസിഹ ആവണമെങ്കിൽ ഏത് ഗോത്രത്തിൽ നിന്ന് വന്നത് എന്ന് അറിയേണ്ടത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതായത് യൂദാ ഗോത്രത്തിലല്ലാതെ വേറെ ഏറെ ഗോത്രത്തിൽ വന്നാൽ അവർ മസിഹയായിട്ട് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അബ്രഹാമിൽ നിന്നാണ് ആ വംശാവലി എഴുതുന്നത് അബ്രഹാമിൽ നിന്നാണ്. കാരണം എന്താണ്,
മത്തായിയുടെ സുവിശേഷം, മത്തായി എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? മസീഹയായിട്ടാണ്. അതുകൊണ്ട് ആ വംശാവലി അല്ലെങ്കിൽ ആ ജീനിയോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ജീനിയോളജി തുടങ്ങുന്നത് അബ്രഹാമിൽ. മാർക്ക് എങ്ങനെയാണ് ചെയ്തത്? സെർവൻറ്റിൻ്റെ ജീനിയോളജി ആരെങ്കിലും നോക്കുമോ? അതുകൊണ്ട് ആ ജീനിയോളജി പറയുന്നില്ല. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. മാർക്കോസ് ഒരു ജീനിയോളജിയും കുറിച്ച് പറയുന്നില്ല. എന്നാൽ ലൂക്കോസ് എങ്ങനെയായിരുന്നു തുടങ്ങിയത്? സൺ ഓഫ് ആൻ, മനുഷ്യപുത്രൻ. അപ്പം മനുഷ്യനിൽ നിന്ന് തന്നെ തുടങ്ങി. മനുഷ്യൻ്റെ തുടക്കമായ ആദാമിൽ നിന്ന് ആ വംശാവലി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ യോഹന്നാൻ ദൈവപുത്രനായിട്ട് കാണിച്ചത് കൊണ്ട് ആ എന്നേക്കുമായി എല്ലാ സൃഷ്ടിക്കും മുമ്പേ നിൽക്കുന്ന വചനമായിട്ടാണ് കാണുന്നത്. ആ വംശാവലിക്ക് യാതൊരു വീണ്ടും പ്രസക്തിയില്ല. കാരണം സകലത്തിന് മുമ്പേ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ വചനത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ആ ഡിസൈൻ അനുസരിച്ചാണ് ഈ ഗോസ്പൽസിലും ഈ പ്രത്യേകത വരുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം, മത്തായി പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ്. മാർക്കോസ് യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളാണ്. ലൂക്കോസ് യേശുക്രിസ്തു ഫീൽ ചെയ്ത കാര്യങ്ങൾ. യോഹന്നാനോ യേശുക്രിസ്തു എന്തായിരുന്നു, ഹൂ ഹി വാസ്, സ്വർഗത്തിൽ എന്തായിരുന്നു എന്ന് കാണിക്കുന്നത്. അപ്പം അതായത് ഇവർക്ക് 4 ഡയറക്ടേഴ്സാണെന്ന് വിചാരിക്കുക. ഇവർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 4 മൂവി ഇറക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഓരോ ഡയറക്ടറും യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നെങ്കിലും അവരുടെ ലെൻസ് പിടിക്കുന്നത് 4 രീതിയിലാണ്. ആ കഥ പറയുന്നത് ഈ 4 സ്ക്രിപ്റ്റ് പോകുന്ന 4 രീതിയിലാണ്. അതോടെ പറയാം, മത്തായി എപ്പോഴും യേശുക്രിസ്തു പറഞ്ഞ രംഗങ്ങളാണ് എപ്പോഴും പറയുന്നത്. വാട്ട് ഈസ് സെഡ് മാറ്റർ ടു ഹിം. മാർക്കോസ് ആണെങ്കിൽ യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ലൂക്കോസ് യേശുക്രിസ്തു ഫീൽ ചെയ്ത ഇമോഷൻസിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വ്യക്തി. പക്ഷേ ലെൻസ് ഒന്നും കൂടെ ഈ ക്ലോസപ്പ് ഷോട്ട് എടുത്ത് കാണും ലൂക്കോസ്. ആ വളരെ യേശുക്രിസ്തു പോയ ഓരോ ഇമോഷൻസും ഒപ്പിയെടുക്കാൻ നോക്കി ലൂക്ക്. യോഹന്നാൻ ആണെങ്കിൽ യേശുക്രിസ്തു ആദ്യം മുതലേ ആരായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ലെൻസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം പക്ഷേ ഇത് ആർക്കാണ് ഇത് എഴുതുന്നത് വളരെ പ്രസക്തിയുണ്ട്. കാരണം അതുകൊണ്ടാണ് അവരങ്ങനെ എഴുതുന്നത്. മത്തായി എഴുതുന്നത്, മാത്യു എഴുതുന്നത് യഹൂദനോടാണ്. അതാണ് മസിഹായിട്ട് എഴുതുന്നതും ആ വംശാവലി അബ്രഹാമിലും തുടങ്ങുന്നതും. മാർക്കിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാലോ റോമൻസ് ആണ്. അവർക്ക് യേശുക്രിസ്തു ചെയ്തതാണ് അറിയുന്നത്. അവർക്ക് വംശാവലിയൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അവർ യഹൂദനാണെന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു റോമൻ ഒരാൾക്ക്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ചെയ്തത് മാർക്കോസ് എടുത്ത് കാണിച്ചു. എന്നാൽ ഗ്രീക്കിനോട് ലൂക്കോസ് എഴുതിയത് ഗ്രീക്ക് ഓഡിയൻസിനോടാണ്. അപ്പോൾ ഈ ഗ്രീക്കുകാർ നിങ്ങൾക്കറിയാം ഫിലോസഫിയുടെ വലിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ഫീൽ ചെയ്തത് ഓരോന്നും എടുത്തു കാണിച്ചത്. എന്നാൽ യോഹന്നാൻ എഴുതിയത് സഭയ്ക്കായിരുന്നു. ആ സഭയ്ക്ക് വേണ്ടത് വചനമാണ്. ആദിയിൽ വചനം തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം അവരുടെ തുടക്കം എല്ലാം ആ ഡിസൈൻ, നമുക്ക് ദൈവത്തിൻ്റെ ഡിസൈൻ എല്ലാ കാര്യത്തിലും വരുന്നുണ്ടോ വളരെ അതിശയമായിട്ട് നമുക്ക് തോന്നാം. ഒന്ന്, മാത്യു ഗോസ്പൽ തുടങ്ങുന്നത് ഒരു ലെപ്രസിയെ ഹീൽ ചെയ്തുകൊണ്ട്, ക്ലെൻസ് ചെയ്തുകൊണ്ടാണ്. കാരണം യഹൂദനെ സംബന്ധിച്ച് പാപത്തിൽ നിന്ന് വിമുക്തി വരുന്നത് യേശുക്രിസ്തുവിൽ നിന്ന് കാണിക്കുവാൻ. അവരുടെ മസീഹയാണ് അതിൻ്റെ എല്ലാം മെയിൻ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ മാത്യു തുടങ്ങുന്നത് ലെപ്പറിനെ ക്ലെൻസ് ചെയ്യുന്ന ആ സീൻ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഓരോരുത്തരും ആ ആദ്യത്തെ സീൻ, ദ ഫസ്റ്റ് സീൻ വളരെ വ്യത്യാസമാണ്. മാർക്കോസ് റോമൻകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഒരു ഭൂതത്തിനെ പുറത്താക്കുന്ന കഥയായിട്ട് തുടങ്ങി. ലൂക്കോസും അങ്ങനെ തന്നെ. ഗ്രീക്കുകാർക്കും അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുകൊണ്ട് ഒരു ഭൂതത്തിനെ ഇറക്കുന്ന കഥയിൽ തന്നെ തുടങ്ങുന്നു. എന്നാൽ യോഹന്നാൻ തുടങ്ങുന്നത് വെള്ളത്തിനെ വീഞ്ഞാക്കുന്നത്. കാരണം അത് സഭയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ ഈ ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മീറ്റിങ്ങിൽ. അത് നമുക്കുള്ള ഒരു ഭാഗം, യഹൂദർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ വീഞ്ഞ്. അതായത് എന്നേക്കുമായി അശുദ്ധിയിൽ നിൽക്കേണ്ട പല കാര്യങ്ങളും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം, അത് നമ്മുടെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അത് സഭയ്ക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ടു വൈൻ. പലരും വെള്ളം അടിക്കാൻ വേണ്ടി ദൈവം വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ ഇതിൽ വരെ മണ്ടന്മാർ ഇല്ല എന്നെനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. വെള്ളമടിക്കാനോ അത് ഒഴിച്ച് മത്തരായി നിൽക്കുവാനോ ഉള്ള ഒരു ഭാഗമല്ല ഇത്. ദൈവം അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന, എന്തിനേയും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം. ഓക്കെ, അപ്പം മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് റിസറക്ഷൻ കൊണ്ടാണ്, ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടാണ്. മാർക്കോസോ അവസാനിപ്പിക്കുന്നത് സ്വർഗാരോഹണം വെച്ചാണ്. എന്നാൽ ലൂക്കോസ് അവസാനിപ്പിക്കുന്ന വേറൊരു രീതിയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ
അതൊരു പ്രോമിസ്, വാഗ്ദത്തം കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ലൂക്കോസാണ് എഴുതിയിരിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് തുടങ്ങുന്നത് ഈ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന ഈ വാഗ്ദത്തം വെച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ യോഹന്നാന് എപ്പോഴും അറിയാമായിരുന്നു യേശുക്രിസ്തു വരും എന്നുള്ളത്, ദ പ്രോമിസ് ഓഫ് ദ റിട്ടേൺ. അതുകൊണ്ട് യോഹന്നാൻ്റെ രണ്ടാമത്തെ എഴുത്ത് വെളിപാട് എഴുതുന്നതും അബൌട്ട് ഹിസ് റിട്ടേൺ. എത്ര മനോഹരമായിരിക്കുന്നല്ലേ ആ ദൈവം ചെയ്യുന്ന ആ ഡിസൈനുകൾ. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മറ്റേ പോത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്താണ് അതുമായിട്ടുള്ളത്. എന്നാൽ ഈ 4 അതായത് 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങൾക്ക് മെയിനായിട്ട് 4 ഗോത്രമുണ്ടായിരുന്നു. അതായത് 3 വെച്ചാണ് പോകുന്നത്. അതിൽ 4 മെയിൻ ഗോത്രത്തിൻ്റെ അടിയിലാണ് ബാക്കി ഗോത്രങ്ങൾ വരുന്നത്. അത് ഒന്ന് ജൂഡ, എഫ്രൈം, റൂബൻ, ഡാൻ. ഈ 4 ഗോത്രമാണ് മെയിൻ ഗോത്രങ്ങൾ. അവരാണ് ദൈവം ഇസ്രായേലിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആർക്ക് ഉണ്ടായിരുന്നപ്പോൾ, പെട്ടകം ഉണ്ടായിരുന്നപ്പോൾ അതിന് ചുറ്റും ഒരു പ്രത്യേക രീതിയിൽ വേണം അവർ പാർക്കുവാൻ. അവർക്ക് തോന്നിടത്തൊന്നും അവർ പോയി ടെൻ്റ് അടിക്കാൻ പാടില്ല. അതായത് യൂദ ഈസ്റ്റിലായിരിക്കണം, ഓക്കെ, എഫ്രൈം വെസ്റ്റിലായിരിക്കണം. അവിടെ അവർക്ക് ടെൻ്റ് അടിക്കണം. എഫ്രൈമിൻ്റെ കൂട്ടത്തിലുള്ള ഗോത്രത്തിന് വെസ്റ്റിലെ ആർക്ക് ഓഫ് ദ കവനൻ്റ്, ആ പെട്ടകത്തിനോട് ചേർന്ന് നിൽക്കുന്നത് മോശയും അഹരോനും ലീവായി ഗോത്രത്തിന് മാത്രമേ ഈ പെട്ടകത്തിനോട് ചേർന്ന് ടെൻ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആർക്കും ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല. എന്നാൽ പെട്ടകം എത്ര സൈസാണോ ആ സൈസ് അനുസരിച്ച് വേണം മോശയും ബാക്കി ലീവായി ഗോത്രങ്ങളും ടെൻ്റ് അടിക്കാൻ. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ അടിക്കാൻ പറ്റത്തില്ല. ആ ടാബർനാക്കിൾ എന്ന് പറയുന്നത് അത് എത്രത്തോളം വലുപ്പമുണ്ടോ ആ വലുപ്പത്തിൽ തന്നെ അവർ ടെൻ്റ് അടിക്കണം. അവരെത്രത്തിലാണോ ടെൻ്റ് അടിച്ചിരിക്കുന്നത് അതനുസരിച്ച് വേണം ബാക്കിയുള്ളവരും ടെൻ്റ് അടിക്കാൻ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ യൂദാ ഗോത്രമായതുകൊണ്ട് ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ അടിക്കും നടക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഡയറക്ഷൻ മലയാളത്തിൽ ശരിയാണെങ്കിൽ, നിങ്ങൾ തെറ്റുവാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. ഈസ്റ്റ് എന്ന് പറയുന്നത് കിഴക്കാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ. കിഴക്ക് പടിഞ്ഞാറ്. കിഴക്ക് എന്താ നിൽക്കുന്നത്? ഈസ്റ്റിൽ ജൂഡ, വെസ്റ്റിൽ എഫ്രൈം, സൗത്തിൽ റൂബൻ, നോർത്തിൽ ഡാൻ. ഇനി ഇവർക്ക് എല്ലാവർക്കും ഒരു സൈൻ ഉണ്ടായിരുന്നു, ഒരു ചിഹ്നം. യൂദയുടെ ചിഹ്നമായിരുന്നു സിംഹം, എഫ്രൈമിൻ്റെ ചിഹ്നമായിരുന്നു കാള, റൂബൻ്റെ ചിഹ്നമായിരുന്നു മനുഷ്യൻ, ഡാനിൻ്റെ ചിഹ്നമായിരുന്നു പരുന്ത്. അപ്പം ഈ 4 മുഖങ്ങളാണ് ആ ഉഗ്രജീവികൾക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മത്തായിയുടെ സുവിശേഷം മസിഹയായിട്ട് കാണിക്കുമ്പോൾ, മസിഹ എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഇമേജ് ദൈവത്തെ ഈ യഹൂദർക്കുള്ളൂ, സിംഹം, ദ ലയൺ ഓഫ് ജൂഡ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം യേശുക്രിസ്തുവിൻ്റെ മസിഹ വരുന്നുവെങ്കിൽ അത് ലയനായിട്ടാണ് വരുന്നത്, സിംഹം, യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഈ അവർക്കറിയാത്ത 2 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഫസ്റ്റ് കമ്മിങ് ആൻഡ് സെക്കൻഡ് കമ്മിങ്. ഈ ഫസ്റ്റ് കമ്മിങ്ങിനെ കുറിച്ച് അവർക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ കൂടെ കൺഫ്യൂഷനിലേക്ക് പോകുന്നത്. സെക്കൻഡ് കമ്മിങ് അവർക്ക് നന്നായിട്ട് അറിയാം. സെക്കൻഡ് കമ്മിങ്ങിലും യേശു ക്രിസ്തു ഹീസ് കമ്മിങ് ആസ് ദ ലയൺ ഓഫ് ജൂഡ, ഒരു സിംഹമായിട്ട് പ്രതികാരത്തിനായിട്ട് ഇറങ്ങുകയാണ്. അതുകൊണ്ട് അവർക്കറിയാം, ലയൺ എന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ മസിഹയായിട്ട് കാണിച്ച മത്തായിയുടെ ആ ചിഹ്നം ഏതാ? ദ ലയൺ. മാർക്ക് ഇങ്ങനെ കാണിക്കുന്നത് ദാസന്റെ രൂപം. ആ ദാസൻ എന്നുള്ള പറഞ്ഞതാണ് ആ ഓക്സ് അല്ലെങ്കിൽ കാള, നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ആ ബലിയാട്, ആ കാള. അതുകൊണ്ടാണ് ഓക്സ് എന്ന സൈൻ കാണിക്കുന്നത്. ലൂക്ക് എങ്ങനെ കാണിച്ചത്? സൺ ഓഫ് മാൻ, അതായത് മനുഷ്യൻ്റെ ചിഹ്നം. യോഹന്നാൻ എങ്ങനെ കാണിച്ചത്? ആസ് എ സൺ ഓഫ് ഗോഡ്, ഈഗിൾ. അതാണ് ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ എന്നല്ലേ പറയുന്നത്. ആ വാക്കുകളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ 4 ഗോസ്പലും ആ 4 ഗോത്രങ്ങളും ആ 4 ചിഹ്നങ്ങളുടെ അടിയിൽ വരുന്നു. ആ 4 ചിഹ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ദൈവം നിൽക്കും. അതായത് ഈ 12 ഗോത്രമായാലും ഈ ലോകത്തിലെ ഏത് ശക്തി അതിനെ തകർക്കാൻ നോക്കിയാലും ഈ 4 ഗോത്രങ്ങളും 4 ഗോത്രങ്ങളുടെ അടിയിൽ നിൽക്കുന്ന 12 ഗോത്രങ്ങളെയും കാത്തു പരിപാലിക്കുന്ന ഒരു മഹോന്നതനായ ദൈവം. ഇതാണ് നമ്മുടെ ദൈവം. ഈ ഈ ഒരു ഡിസൈൻ എങ്ങനെ ഒരു മനുഷ്യനുണ്ടാക്കാൻ കഴിയും? ഈ മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ ഒന്നിച്ചെന്ന് എഴുതിയാൽ പോലും അവർക്കിത് സാധിക്കത്തില്ല. കാരണം ഈ ദൈവത്തിൻ്റെ വചനം ഇസ് ലേസർ ഷാർപ്പ്. ഒന്നും തന്നെ ഒരു കോമയോ ഒരു കുത്തോ വെറുതെ ആയിട്ട് എഴുതുന്നില്ല. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ദ ഗോഡ്സ് വേർഡ് ഇസ് ആക്യുറേറ്റ്.
അതിലൊന്നും തന്നെ ചുമ്മാ പറയുന്നില്ല. പലപ്പോഴും മിസ്ഇൻ്റർപ്രിട്ടേഷൻ ചെയ്താണ് ദേവദാസന്മാർ ഇതിനെ കുഴപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ വെരി വെരി ആക്യുറേറ്റ് ഡോക്യുമെൻറ്റ്. അപ്പം ഈ മത്തായി യേശു ക്രിസ്തുവിനെ അപ്പോസ്തലനായ മത്തായി കാണിക്കുന്ന ഒരു പ്രത്യേക രീതി എങ്ങനെയാണ്? ഒരു പുള്ളിയുടെ സ്റ്റൈൽ ഗ്രൂപ്പാണ്. അതായത് ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഒന്നിച്ച് കാണിക്കുന്നു. മാർക്കോസ് ആണെങ്കിൽ ദൂരെ നിന്ന് സ്നാപ്ഷോട്ടുകളാണ് ചെയ്യുന്നത്. നമുക്കിന്ന് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മൂവി എടുക്കുന്നവർക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ലൂക്കോസ് ആണെങ്കിൽ ഒരു കഥ പറയുകയാണ്. അതായത് ഈ ചില മൂവിയുടെ ഇടയിൽ ഒരാൾ ബാക്കിൽ നിന്ന് ഒരു കഥ പറയുന്നത് നമുക്ക് കേൾക്കത്തില്ലേ, ആ സ്റ്റൈലാണ് ലൂക്കോസ് പറയുന്നത്. എന്നാൽ ഫുൾ മിസ്റ്ററിയും നിഗൂഢതയും നിറഞ്ഞാണ് യോഹന്നാൻ ഇതിൽ എഴുതിക്കുന്നത്. കാരണം എന്തുവാ? അത് ദൈവത്തിൻ്റെ പുത്രനാണ്. അത് അങ്ങനെ എഴുതുവാൻ കഴിയുള്ളൂ, അങ്ങനെ ഷോട്ട് എടുക്കാൻ കഴിയുള്ളൂ. അതിനെല്ലാം നിഗൂഢത കണ്ടെത്തി യോഹന്നാൻ മനസ്സിലായി ഇതൊരു സാധാരണ വ്യക്തിയല്ല. ലൂക്കോസോ അതിശയകരമായ ഒരു മനുഷ്യപുത്രനെ കണ്ടു. സാധാരണ മനുഷ്യരോട് അവരുടെ വേദനകൾ, അവരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന, അത് വേശിയെന്നോ ധനികനെന്നോ നോക്കാതെ ആ പ്രയാസം അവരുടെ ഏത് വേളകളിലും അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു മനുഷ്യപുത്രനെ കണ്ടു. എന്നാൽ മാർക്കോസ് ഒരു ദാസൻ്റെ രൂപം കണ്ടു. ഈ മഹത്വകരമായ ദൈവം ഈ ദാസരൂപം എടുത്തത് അതിശയത്തോടെ മാർക്ക് നോക്കി നിൽക്കുന്നു. മാത്യു വളരെ സിമ്പിളാണ്. ഇത് വേറെ വല്ല യഹൂദ ഗോത്രത്തിലെ സിംഹം. അപ്പോൾ ഇത് എനിക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം വീണ്ടും ദ ലയൺ, ദ ഓക്സ്, ദ മാൻ ആൻഡ് ദ ഈഗിൾ, ഇതൊന്നും പുതിയ ചിഹ്നങ്ങളല്ല. ഇത് ആ 4 ഗോത്രങ്ങളുടെ ചിഹ്നമാണ്. ആ 4 ഗോത്രങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആ 4 ഗോസ്പിൾസും പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങളാണ്. അതുകൊണ്ടാണ് ആ സ്വഭാവമുള്ള ഏഞ്ചൽസിനെ അല്ലെങ്കിൽ ഉഗ്രജീവികളെ അവിടെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ടേബിൾ നിങ്ങളെ സഹായിക്കട്ടെ. ഇനി ഞാൻ വിട്ടുപോയല്ല, വീണ്ടും സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ പറയാതെ പോയൊരു കാര്യമുണ്ട്. നമ്മൾ 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു ആ സിംഹാസനത്തിലേക്ക് കയറി വരുന്ന ഒരാളെ നമ്മൾ കണ്ടു, അല്ലേ? അത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റായ, നമ്മുടെ എല്ലാമായ ദ ലാംബ് ഓഫ് ഗോഡ്, അല്ലേ? ഞാൻ സിംഹാസനിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായ 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ എനിക്ക് അറിഞ്ഞു നിങ്ങൾ? അതായത് പുസ്തകം എന്ന് പറയുമ്പോൾ ചുരുളുകളാണ്. ഈ ചുരുളുകൾ 7 മുദ്ര കൊണ്ട് അതിന് അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട്. ഈ അകത്തും പുറത്തും എഴുതിയിരിക്കുന്നത് ഒരു ടൈറ്റിൽ ഡീഡാണ്. നിങ്ങൾ സ്ഥലത്തിൻ്റെ ഇടപാടുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ടൈറ്റിൽ ഡീഡ് അകത്തും പുറത്തും എഴുത്തുകളുണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു ടൈറ്റിൽ ഡീഡാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും പേരും നമ്മുടെ ഓരോരുത്തരുടെയും ഭാവിയും ആ ചുരുളുകളുടെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ കിടന്ന് കരയുന്നത്. കാരണം ഇത് ആരും തുറപ്പാൻ യാതൊരു യോഗ്യനില്ല എന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ കരയാനുള്ള ഭാഗം അതാണ്. അതായത് പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും, അത് വേഴ്സ് 3 വായിക്കാം. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ഈ 4 തലങ്ങളിൽ നോക്കിയിട്ട് ഇത് തുറക്കുവാൻ കഴിവുള്ള ആരെയും കണ്ടില്ല. അപ്പം പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും, യോഹന്നാൻ്റെയും ഭാവി ഉൾപ്പെടെ ആ ചുരുളുകളുടെ അകത്തുണ്ട് എന്ന് യോഹന്നാൻ മനസ്സിലായി. കാരണം ഇസ്രായേലിൽ ഈ ടൈറ്റിൽ ഡീഡ് ഓരോ ഗോത്രനും ദൈവം ഓരോ സ്ഥലം ഇൻഹെറിറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇൻഹെറിറ്റൻസ് ആയിട്ട് കൊടുത്തത് അവർ വിൽക്കാൻ പാടില്ല. അത് അവർക്ക് ഓരോ ടൈറ്റിൽ ഡീഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യെരമ്യാ പ്രവാചകൻ്റെ കഥ ഓർമ്മയുണ്ടെങ്കിൽ, യെരമ്യാ പ്രവാചകൻ ബാബിലോണിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവം പറയുന്നുണ്ട് ഒരു സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ ഒരു ടൈറ്റിൽ ഡീഡ് ഒരു കുപ്പിയിലാക്കി വെക്കാൻ, പിന്നീട് യെരമ്യാവിൻ്റെ മക്കളിന് അത് വന്ന് എടുത്ത് അത് കൈക്കലാക്കാമെന്ന് പറയുന്നുണ്ട്. അതാണ് ടൈറ്റിൽ ഡീഡ്. ആ സ്ഥലം വാങ്ങിപ്പിക്കുകയും ആ സ്ഥലത്തിന് യെരമ്യാ പ്രവാചകൻ്റെ മക്കൾക്ക് മാറ്റിക്കൊടുക്കുന്നത് ആ ടൈറ്റിൽ ഡീഡാണ്. ഗോത്രങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുവാൻ അനുവാദമില്ല. ദൈവം കൊടുക്കുന്ന ഓഹരി ആയതുകൊണ്ട് വിൽക്കാൻ അനുവാദമില്ല. അത് പാട്ടത്തിന് കൊടുക്കാൻ പറ്റും, എന്നാൽ ഗോത്രങ്ങൾക്ക് വിൽക്കുവാൻ അനുവാദമില്ല. കാരണം ഇറ്റ് ഇസ് സീക്രട്ട്. കാരണം ആ സ്ഥലം, ആ ലാൻഡ് യഹോവയുടേതാണ്. ഇനി നിങ്ങൾക്ക് വളരെ രസകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രസകരമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ 70 വർഷം തടവിൽ പോയി, അല്ലേ? ബാബിലോണിൻ്റെ ക്യാപ്റ്റിവിറ്റി പോയി. 70 വർഷം
ക്യാപ്റ്റിവിറ്റി പോകാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ? ബൈബിൾ പറയുന്നത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആ ലാൻഡിന് ഇത്ര വർഷം കഴിയുമ്പോൾ അതിന് വിശ്രമം കൊടുക്കണമെന്ന്. അവർ വിശ്രമം കൊടുത്തതേയില്ല. അവർ ആ സ്ഥലത്തിന് ദൈവം കൊടുത്ത വിശ്രമം കൊടുക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ കണക്ക് പ്രകാരം 70 വർഷം പെൻഡിങ് ആണ്. ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്ഥലത്തിന് വിശ്രമം കൊടുക്കാത്തതുകൊണ്ട് നിങ്ങളെ ഞാൻ 70 വർഷം വേറൊരു നാട്ടിലേക്ക് മാറ്റി വിടുകയാണ്. ആ 70 വർഷം തൻ്റെ സ്ഥലത്തിന് വിശ്രമം കൊടുത്തിട്ട് തൻ്റെ ജനത്തിന് വീണ്ടും അങ്ങോട്ട് കൊണ്ടുവരുന്നു. ആർക്കെന്നെ വീണ്ടും ഉപയോഗം? അവർക്ക് തന്നെ. ആ സ്ഥലത്തിൻ്റെ ഫലപുഷ്ടി, അതിൻ്റെ സകല ഫ്രൂട്ട്ഫുൾനെസ്സും തിരിച്ചു കൊണ്ടിട്ട് ദൈവം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. കണക്കുകൾ ഉള്ള ഒരു ദൈവം അല്ലേ, അതിശയകരം. അപ്പം ദൈവം ആ 70 വർഷം മാറി നിന്നപ്പോഴും ദൈവത്തിൻ്റെ കണക്കുകൾ തെറ്റുന്നില്ല. അവർ ആ 70 വർഷമായപ്പോഴാണ്, ഏകദേശം 67 വർഷമായപ്പോഴാണ് ഡാനിയേൽ പ്രവാചകന് ആ ദൂത് കിട്ടുന്നതും പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നത് 67-ാമത്തെ വർഷത്തിലാണ്. ഡാനിയേൽ, ആ ഗബ്രിയേൽ മാലാഖ വന്ന് ഡാനിയേലിനോട് സംസാരിക്കുന്ന ഭാഗവും എല്ലാം അത് 67th ഇയറാണ്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഡാനിയേൽ പ്രവാചകന് മനസ്സിലാവുന്നത് ഇത് 70 വർഷം എന്ന് പറയുന്നത് ആക്ച്വൽ 70 years ആണെന്നുള്ളത്. അല്ലാതെ ഒരു തോന്നലൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ 70 വർഷമാണെന്ന് ഡാനിയേലിന് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഇതിൽ എനിക്ക് പറയാനൊരു ഭാഗം കിങ്സ്മാൻ റിഡീമർ. ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് പറഞ്ഞു പോയെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ തരേണ്ടതായിട്ടുണ്ട്. അതായത് ഈ അകത്തും പുറത്തും ആയിട്ട് എഴുത്തുള്ള ഈ ചുരുളുകൾ അഴിക്കുവാൻ യോഗ്യൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ മൂപ്പന്മാർ പറയുന്നുണ്ട്, അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ അവനോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജയം പ്രാപിച്ച് ഒരാൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി ഈ ജയം പ്രാപിച്ച് വരണമെങ്കിൽ വീണ്ടെടുപ്പുകാരൻ എന്നൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ പേര് കിങ്സ്മാൻ റിഡീമർ എന്ന് പറയുന്നത് ഈ ഗോയൽ എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. ഗോയൽ എന്ന് പറയുന്നത് ഒരു ഹീബ്രു വാക്കാണ്. അതിൻ്റെ അർത്ഥം വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ കിങ്സ്മാൻ റിഡീമർ എന്നാണ്. പക്ഷേ ഈ നിയമിത അവകാശിക്ക് മാത്രമേ ഒരു പട്ടയമോ വിൽപത്രമോ തുറക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അത് യേശുക്രിസ്തു വന്ന് എടുക്കുന്നത്. കാരണം യേശുക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഇനി അതിലൊരു കഥയുണ്ട്. ഇതിൽ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിങ്സ്മാൻ റിഡീമർ ഗോയൽ എന്ന് പറയുന്നത് അതിന് കുറച്ച് കാര്യമാണ്. ഒന്ന്, ഈ ഗോയൽ എന്ന് പറഞ്ഞാൽ ബന്ധുവായിരിക്കണം, അല്ലെങ്കിൽ ചാർച്ചക്കാരനായിരിക്കണം. ആ വ്യക്തി കഴിവുള്ളവനായിരിക്കണം. ഈ ഇസ്രയേലിൻ്റെ ഈ ലോസ് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് ഇതിന് യോഗ്യനെന്ന്, യേശുക്രിസ്തു യോഗ്യനാണെന്നോ ഇനി കുഞ്ഞാട് യോഗ്യനെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രയേലിൻ്റെ ലോസ് മനസ്സിലാക്കണം. അവിടെ ഒരു വ്യക്തിയെ വീണ്ടെടുക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒന്നെന്ന് പറഞ്ഞാൽ, ഒന്ന് എന്തായിരിക്കണം? ആ വീണ്ടെടുക്കുന്ന ആളിൻ്റെ ചാർച്ചക്കാരനായിരിക്കണം, ഷുഡ് ബി നെക്സ്റ്റ് ഓഫ് കിൻ, ബന്ധുവായിരിക്കണം. 2, അതിന് കഴിവുള്ള വ്യക്തിയായിരിക്കണം. 3, അതിന് സന്നദ്ധരായിരിക്കണം. ആ വ്യക്തി അതിനുള്ള കഴിവായിരിക്കണം, അതിന് റെഡി ആയിരിക്കണം. ഏറ്റവും അവസാനം ആ രക്തത്തിൻ്റെ പ്രതികാരം കൂടിയാണ്. ആ വ്യക്തിയാണ്, ആ ഏറ്റെടുക്കുന്ന കുടുംബവും ആ വ്യക്തിക്ക് വേണ്ടി പ്രതികാരം ചെയ്യേണ്ടത് ആ വീണ്ടെടുപ്പുകാരനാണ്. അപ്പോൾ ഇതിലൊരു കഥ, നിങ്ങൾ റൂത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ കുറച്ചും കൂടെ മനസ്സിലാക്കാം. കാരണം ആ റൂത്തിൻ്റെ പുസ്തകത്തിലാണ് ഈ കഥ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഒന്ന്, ബോവാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ ഹിം ഇസ് സ്ട്രെങ്ത്, അതായത് ശക്തൻ എന്ന പേരുള്ളത്. ഇൻ ഹിം ഇസ് സ്ട്രെങ്ത്. നിങ്ങൾ ടെമ്പിൾ ഓഫ് ഗോഡ് സീരീസ് എടുത്തപ്പം നിങ്ങൾക്ക് ഓർമ്മയാണ്, ദൈവത്തിൻ്റെ ആലയത്തിലോട്ട് കയറുമ്പോൾ 2 തൂണുകളുണ്ട്. ആ 2 തൂണുകൾക്കും പേരുണ്ട്. അതിലൊന്നിൻ്റെ പേര് ബോവാസ്, ഒന്നിൻ്റെ പേര് യാക്കിൻ. ബോവാസിൻ്റെ പേരിൻ്റെ അർത്ഥം ഇൻ ഹിം ഇസ് സ്ട്രെങ്ത്. വേറൊരു വാക്ക് മൈറ്റി മാൻ ഓഫ് വാർ, അതായത് യുദ്ധത്തിൽ നിൽക്കുന്ന വലിയൊരു വീരശൂര പരാക്രമി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ഹിം ഇസ് സ്ട്രെങ്ത്, അത് വളരെ ബലവാനായിട്ടുള്ള ആളാണ്. അതാണ് ബോവാസിൻ്റെ അർത്ഥം. അപ്പം ബോവാസ് ആരുടെ ചാർച്ചക്കാരനായിരുന്നു? ഈ കഥ തുടങ്ങുന്നത് എവിടെയാണ്? റൂത്ത് ആരാണ്? റൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണ്, കറക്റ്റ്. പക്ഷെ ആരാണ്? നവോമിയുടെ മരുമകളാണ്.
നവോമി ആരാണ്? നവോമി എലിമെലേക്ക് എന്ന് പറയുന്ന നവോമി യഹൂദയാണ്. അവർ രണ്ടുപേരും ചേർന്ന് ഇസ്രായേലിൽ നിന്ന് മാറി മോവാബിയ രാജ്യത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് എലിമെലേക്ക് മരിക്കുകയും നവോമിയുടെ 2 ആൺമക്കൾ മരിക്കുകയും ചെയ്യും. അതിൽ ഒരു മരുമകൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ റൂത്ത് പറയും, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാൻ പോവും, നീ മരിക്കുന്നത് എവിടെയാണോ മരിക്കുന്നത് ഞാൻ അവിടെ മരിക്കും. ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മരുമകളെ നമുക്ക് കിട്ടുമോ? അതായത് ഭർത്താവിനെ കൊന്നിട്ട് വേറെ പലരിടത്തും പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചിട്ടും വളരെ പ്രായക്കുറവാണ് റൂത്ത്, മോവാബിയ സ്ത്രീ. റൂത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് നിൽക്കുന്നത്. റൂത്തിന് വേറെ നല്ല ആണുങ്ങളെ അവിടെ തന്നെ കിട്ടും. സുഖമായിട്ട് കല്യാണം കഴിച്ച് അവിടെ ഇനി ബാക്കിയുള്ള ജീവിതം, മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ റൂത്ത് എടുക്കുന്ന തീരുമാനം വളരെ അതിശയകരമായ ഒരു തീരുമാനമാണ്. നവോമിയോട് പറയുന്നു, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ എങ്ങോട്ട് പോകുന്നു ഞാൻ അങ്ങോട്ട് തന്നെ വരും, നീ എവിടെ കിടക്കുന്നോ ഞാൻ അവിടെ കിടക്കും, നീ എവിടെ മരിക്കുന്നോ ഞാൻ അവിടെ മരിക്കും. വളരെ അതിശയകരമായ ഒരു തീരുമാനം. അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം നവോമിയും റൂത്തും തമ്മിൽ. അപ്പോൾ ഈ ബോസ് എന്ന് പറയുന്നത് എലിമെലേക്കിൻ്റെ ബന്ധുവാണ്. ഓക്കെ, അപ്പം നവോമി തിരിച്ചു വരികയാണ്. കാരണം മരിച്ചത് അങ്ങോട്ട് പോയത് വലിയ മണ്ടത്തരമായി എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ വേദനയിലും വളരെ വിഷമത്തോടും ഒന്നും തന്നെ, അതായത് എല്ലാം നഷ്ടപ്പെട്ടവളായി നവോമി തിരിച്ച് മോവാബിയ രാജ്യത്തിൽ നിന്ന് തിരിച്ച് ഇസ്രായേൽ രാജ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ കൂടെ ഒരു വ്യക്തിയുണ്ട്, റൂത്തുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. വളരെ നിരാശയിൽ നിൽക്കുന്ന ഈ റൂത്തിനോട് അവിടെയാണ് ഈ ബോവാസ് എന്ന ഒരു വ്യക്തി കയറി വരുന്നത്. അപ്പോൾ ബോവാസ് വളരെ ധനികനായിരുന്നു. പേര് പറഞ്ഞ പോലെ മൈറ്റി മാൻ ഓഫ് വാർ, വളരെ കഴിവുള്ളവനും അവിടുത്തെ വലിയൊരു നാട്ടുപ്രമാണി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നാട്ടുപ്രമാണി എന്ന് പറയുന്ന ഒരാളായിരുന്നു ബോവാസ്. ഇച്ചിരി പ്രായം ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും വളരെ നല്ല മനുഷ്യനും, എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും സഹായിക്കുകയും വളരെയേറെ സ്ഥലവും പ്രമാണങ്ങളും വളരെ വളരെ ഒരു നാട്ടുവാഴി എന്നാണ് പറയാം, ആ രീതിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ബോവാസ്. അപ്പം നവോമിക്ക് അവിടുത്തെ രീതികളും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് റൂത്തിനെ അതിലേക്ക് തള്ളിവിടുകയാണ്. അതായത് അന്നത്തെ നിയമത്തനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നമുക്കൊരു വിളവെടുപ്പിൻ്റെ സമയത്ത് അതിൻ്റെ അറ്റം ചേർന്ന് വിളവെടുക്കരുത്, അത് പറ്റിയെടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 4 വർഷങ്ങളും 3 കൂട്ടർക്കായിട്ട് മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിളവെടുപ്പ് അത് വെട്ടരുത് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? ടു ദ ഫാദർലെസ്, ടു ദ വിഡോ, ടു ദ സ്ട്രേഞ്ചർ, ഈ 3 കൂട്ടർക്ക് അത് കൊടുത്തിരിക്കണം. അതുകൊണ്ട് അതുകൂടെ ചേർത്ത് വിളവെടുക്കരുത്. ടു ദ ഫാദർലെസ്, ടു ദ വിഡോ, ടു ദ സ്ട്രേഞ്ചർ. അപ്പോൾ ഇത് നവോമിക്ക് അറിയാവുന്നതുകൊണ്ട് ബോവാസിനെ കുറിച്ച് അറിയാമോ ഇല്ലയോ എന്ന്, കാരണം അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല, അങ്ങനെ ഒരു സൂചന തരുന്നില്ല. അപ്പോൾ വളരെ അതിശയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോവാസിനെ കുറിച്ച് റൂത്തിന് അറിയുന്നത് നവോമിയിൽ നിന്നാണ്. കാരണം ഇങ്ങനെ ഒരാളുണ്ട് എന്ന് നവോമിക്ക് അറിയാം, പക്ഷെ നവോമി നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ നവോമിക്ക് വേണ്ടി നേരിട്ട് കാണുന്നത് റൂത്താണ്. അതായത് നവോമിയും ഈ ബോവാസും തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ല, ബന്ധമുള്ളത് ഭർത്താവ് വഴിയാണ്. അവർ തമ്മിൽ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സഹായം കിട്ടും എന്ന് മനസ്സിലായി. എന്നിട്ട് റൂത്തിനെ അതിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആരുടെ ചർച്ചക്കാരനാണ്? എലിമെലേക്ക് ആരാണ്? നവോമിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നവോമി എന്ന് പറയുന്നത് ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നതാണ്, റൂത്ത് എന്ന് പറയുന്നത് സഭയെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇതുപോലൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ റൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണ്. ഒരു മോവാബിയ സ്ത്രീയോ ആ മോവാബിയ സ്ത്രീയെ കിട്ടുന്ന ഒരാൾക്ക് അവരുടെ 10 തലമുറ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ യോഗ്യതയില്ല. 1-2 തലമുറയല്ല, 10 തലമുറയ്ക്ക്. അതായത് ബൈ ലോ റൂത്ത് ക്യാൻ നെവർ ബി അക്സെപ്റ്റഡ് ഇൻ ഇസ്രായേൽ. എന്നാൽ കൃപയാൽ അവൾ ബോവാസിൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറുകയാണ്. അതായത് ഇന്ന് സഭയ്ക്ക് യാതൊരു നിയമവശം വെച്ചാൽ ഈ ബോവാസിനെ അറിയുവാനോ ബോവാസിൻ്റെ ആരുമാകുവാൻ യാതൊരു യോഗ്യതയില്ലാത്ത സഭയെ കൃപയാൽ ഈ ബോവാസിൻ്റെ ഭാര്യയായി മാറുകയാണ്. അപ്പോൾ നവോമി ഈ റൂത്തിന് ഈ ബോവാസിനെ അറിയാനുള്ള സാഹചര്യം എന്തുവാ? നവോമി ഇസ്രായേൽ സ്ഥലം വിട്ട് മോവാബിയ സ്ഥലം പോയതുകൊണ്ടാണ്. അതായത് ഇസ്രായേൽ തള്ളപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് സഭയായ നമുക്ക് ഈ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായത്. ഇല്ലെങ്കിൽ നമുക്ക് അറിയുവാൻ യാതൊരു വകുപ്പുമില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു കഴുതപ്പുറത്ത് വന്ന് കരയുന്നത്, യെരൂശലേമിനെ നോക്കി കരയുന്നത്. അതായത് ഇന്ന് നീ
because you did not know the day of thy visitation. നിന്റെ മസിഹ വരുന്ന ദിവസം എണ്ണി തിരിച്ച് ദാനിയേലിന് കൊടുത്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അത് ഓർത്ത് വെച്ചില്ല എന്ന് ഓർത്ത് കരയുകയാണ്. കാരണം അവരുടെ കയ്യിൽ നിന്ന് പോയി. ഇനി വരാനുള്ള നാളുകൾ വളരെ പ്രയാസമുള്ളതും കാഠിന്യമേറിയതുമാണെന്ന് അത് ഓർത്ത് കരയുകയാണ് യേശുക്രിസ്തു. തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. പക്ഷേ അത് കൃപയാൽ വന്ന് വീണത് ആർക്കാണ്? വെറും മോവാബ്യരെ പോലെ നിൽക്കുന്ന നമ്മളെ സഭ, നമ്മുടെ 10 തലമുറയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനോ അടുക്കുവാനോ യോഗ്യതയില്ലാത്ത നമുക്ക് റൂത്തിനെ പോലെ നമുക്ക് ദൈവത്തിൻ്റെ ഭാര്യയാകാൻ മാറി. ടുഡേ ദ ചർച്ച് ഇസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ബോവാസിന് അതായത് റൂത്തിന് ഈ ബോസിനെ കുറിച്ച് അറിയത്തില്ല. ഈ റൂത്ത് ബോസിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെ? നവോമിയിൽ കൂടെ. സഭയ്ക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇസ്രായേൽ കൂടെ. ഇസ്രായേൽ ഇല്ലെങ്കിൽ സഭയില്ല, സഭയില്ലെങ്കിൽ ഇസ്രായേലിന് ഈ ബോസിൻ്റെ അടുത്ത് വരുവാനും സാധ്യമല്ല. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ റൂത്ത് എന്ന് പറഞ്ഞ മോവാബിയ സ്ത്രീ ബോവാസ് ഏറ്റെടുക്കുകയാണ്. അതിനൊരു ലോ ഉണ്ട്. എന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്തറിയോ? അതിന് ബോവാസ് റൂത്തിനെ ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ബോവാസിൻ്റെ അമ്മ ഒരു അമോരിയനായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക, ബോവാസിൻ്റെ അമ്മ ആരായിരുന്നു. ബോവാസ് മദർ വാസ് അമോറൈറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അന്യജാതിയിലുള്ള സ്ത്രീയിലുള്ള വേദന എന്ത് എന്ന് ബോവാസ് ശരിക്കും അറിയായിരുന്നു. അപ്പോൾ ആ റൂത്ത് എന്ന എനിക്ക് ഒരു പക്ഷേ സുന്ദരിയായിരുന്നു കാണണം. കാരണം റൂത്ത് തൻ്റെ വിളവെടുപ്പിൽ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ബോവാസിൻ്റെ കണ്ണ് റൂത്തിന്മേൽ വീണു. പക്ഷേ അതിശയകരമായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് റൂത്താണ്. ബോവാസിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. Boaz can only move in when Ruth takes the initiative. അതായത് ആ റൂത്തിന് വേണ്ടിയെടുക്കുവാനുള്ള സകല ശക്തി ബോവാസിനുണ്ടെങ്കിലും ബോവാസ് വെയിറ്റ്സ് ഫോർ റൂത്ത്സ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ റൂത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് റൂത്തിനോട് ഭയങ്കര പ്രിയമാണെന്ന് അതായത് ദിവസവും അവിടെ ആ തോട്ടത്തിൽ പോയി റൂത്ത് തിരിച്ചു വരുമ്പോൾ ഈ റൂത്തിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ട് നവോമി ഞെട്ടാൻ തുടങ്ങി. അപ്പോൾ നവോമിക്ക് കാര്യം പിടികിട്ടി. ബോവാസ് ഈ റൂത്തിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. കാരണം ഒരു സാധാരണ പരിഗണനയല്ല കൊടുക്കുന്നത്, വളരെ അധികമായിട്ട് റൂത്തിന് ധാന്യങ്ങളും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നവോമിക്ക് കത്തി, ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഇതിലെന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ റൂത്തിനോട് ചില പൊടികൈകൾ പറയുന്നുണ്ട്. നീ അവിടുത്തെ ആ ലോസ് അറിഞ്ഞാലേ ഇത് പറ്റത്തുള്ളൂ. നീ പറയുന്നുണ്ട് ബോവാസ് കിടന്നുറങ്ങുമ്പോൾ കാൽ കീഴിൽ വന്ന് കിടക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിലൊരു സംഭാഷണം സമയമില്ല. എന്നാൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആ റൂത്തിന് മനസ്സിലായി. അപ്പോൾ റൂത്തിനും ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ രാജ്യത്തും ചെന്നിട്ടും ചെറുപ്പക്കാരുമായിട്ട് കല്യാണം കഴിക്കുവാൻ വേറെ ചെറുപ്പക്കാരെ കണ്ടെടുക്കാമെന്നും. പക്ഷേ ഈ റൂത്ത് ഈ ബോവാസുമായിട്ട് കല്യാണം കഴിക്കാതെ നവോമിയുടെ സ്ഥലം വീണ്ടെടുക്കാൻ കഴിയില്ല. കാരണം നവോമിന് മക്കളില്ല. അതായത് എലിമലേക്കിന് സ്ഥലമുണ്ടെങ്കിലും അവരുടെ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ മക്കൾ വേണമെങ്കിൽ ഇനി ഇതുപോലെ ഒരു ബന്ധു വന്ന് വീണ്ടെടുക്കണം. ആ സ്ഥലം വീണ്ടെടുക്കണമെങ്കിൽ ബോവാസിൽ കൂടെ അത് കഴിയുള്ളൂ. പക്ഷേ റൂത്തിന് ഒന്നും കൂടെ ചെയ്യാമായിരുന്നു. വേറൊരു യഹൂദനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സെറ്റിൽ ആവാമെന്ന് നവോമി എന്ന് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ റൂത്ത് എടുക്കുന്ന തീരുമാനം എന്താ പറയുക? ഈ പ്രായമുള്ള ബോവാസിനെ തന്നെ കെട്ടാൻ ഒരു കാരണമുണ്ട്. നവോമിയുടെ സ്ഥലം വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ബോവാസിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, നീയാണ് നമ്മുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ. യു ആർ അവർ നിയറസ്റ്റ് കിൻസ്മാൻ. ഇത് കേൾക്കേണ്ട താമസം. പിന്നെ റൂത്ത് ഇത് പറഞ്ഞു. റൂത്തിൻ്റെ റോൾ അവിടെ തീരുകയാണ്. പിന്നെ ചെയ്യുന്ന 2 വ്യക്തികളാണ്. പിന്നെ ആ സീനിൽ വരുന്നത് ബോവാസും നവോമിയും കൂടെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് പിന്നെ അടുത്തൊരു ചാർച്ചക്കാരനുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബന്ധുവിൻ്റെ അടുത്ത് പോയി ബോവാസ് തന്നെ, അതായത് ആക്ച്വലി പോകേണ്ടത് ആരാ? നവോമിയാണ് പോകേണ്ടത് അവിടുത്തെ റൂൾ അനുസരിച്ച്. കാരണം ആ വിധവയ്ക്ക് ഒരു റൈറ്റ് ഉണ്ട്. വിധവയ്ക്ക് ചെന്ന് അടുത്തുള്ള ആ ചർച്ചക്കാരനോട് ചോദിക്കാം, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി ഈ സ്ഥലം വീണ്ടെടുക്കണം, അതായത് എനിക്ക് വേണ്ടി ഒരു കുഞ്ഞുണ്ടാക്കി തരണം, ആ കുഞ്ഞായിരിക്കും ഈ സ്ഥലത്തിൻ്റെ അവകാശി. അതാണ് പറയേണ്ടത്. അത് ചെയ്യണം. അത് ചെയ്യാത്ത പക്ഷം
അത് ആക്ച്വലി ഇസ്രായേലിൽ വളരെ മോശമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. അതൊരു വിധവയുടെ റൈറ്റാണ്. തൻ്റെ സഹോദരൻ, അതായത് തൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ അടുത്ത് പോയി അത് ചോദിക്കാം. സഹോദരൻ ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചർച്ചക്കാരൻ. ബോവാസിന് ഈ കഥ മനസ്സിലായി. അവനോടെങ്ങാനും പോയി നവോമി ചോദിച്ച് അവനെങ്ങാനും യെസ് പറഞ്ഞാൽ കുടുങ്ങും. അപ്പം ബോസ് ഓടിച്ചെന്ന് ഈ ചാർച്ചക്കാരനോട് പറയുന്നുണ്ട്, ഇവർക്ക് ഒത്തിരി കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കിതിനുള്ള കഴിവുണ്ട്, നിനക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. കാരണം അവരുടെ കടങ്ങളും എല്ലാം അവർ ഏറ്റെടുക്കണം. പിന്നെ അതിലുണ്ടാകുന്ന കുഞ്ഞും അവരുടെ കുഞ്ഞായിട്ടാണ് വളരാൻ പോകുന്നത്, അല്ലാതെ ആ ചാർച്ചക്കാരൻ്റെ മോനായിട്ടല്ല. അവനും എല്ലാ അവകാശങ്ങളും കൊടുക്കണം. അപ്പോൾ ഇത് അറിയാവുന്നതുകൊണ്ട് അന്ന് ആ അവകാശം ഏറ്റെടുക്കാത്തൊരു വ്യക്തി ആ വ്യക്തിയുടെ ചെരുപ്പ് എടുത്ത് കൊടുക്കണം ആ വ്യക്തിക്ക്. അതായത് ഞാനിത് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആരും എടുക്കാനില്ലെങ്കിൽ ഇസ്രായേലിലെ എല്ലാവരും ചെരുപ്പൂരി അടിക്കും. അതുകൊണ്ടായിരിക്കും സ്വന്തം ചെരുപ്പ് എടുത്ത് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ ചെരുപ്പൂരി കൊടുക്കുമ്പോൾ ബോസ് നിന്നെ ഞാൻ തല്ലുന്നില്ല, കാരണം ഞാൻ ഏറ്റെടുത്തോളാം, ഇവരുടെ സകല കടങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. അതായത് ബോസിനും റൂത്തിൻ്റെ മകൾ ഇനി നവോമിയുടെ സ്ഥലം, എലിമേലെക്കിൻ്റെ സ്ഥലത്തിന് അവകാശികളായി മാറുകയാണ്. ഇത് കേട്ടോ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇത് നമ്മുടെ കഥയാണ്, ഇത് ഇസ്രായേലിൻ്റെ കഥയാണ്. യേശു ക്രിസ്തു എന്ന ആ കുഞ്ഞാടെന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അതായത് നമ്മൾ ഒരു രാത്രി അല്ലെങ്കിൽ ഏതൊരു വേളയിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി വിളിച്ചു എന്നൊരൊറ്റ കാര്യം കൊണ്ട് ഓടുകയാണ് നമ്മളെ വധുവാക്കാനായിട്ട്. അത് വേറെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. എത്ര മനോഹരം! നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടോ നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടോ അല്ല യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തികൾ കൊണ്ടൊന്നും നമുക്ക് ബോസിൻ്റെ ഒന്നും ആകാൻ പറ്റില്ല. അപ്പം ഒന്നുമല്ലാതിരുന്ന റൂത്ത്, വെറും കൈയോട് വന്ന റൂത്ത് ഇനിയിപ്പോൾ ബോവാസിന് എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം അവകാശിയായി തീർന്നു. വെറും ഒന്നുമില്ലാത്ത നമ്മളും നിങ്ങളും ഈ സഭയ്ക്ക് ഇന്ന് യേശു ക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ അവകാശികളായി മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ആ അവകാശികളായി തീർന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. പ്രവൃത്തി കൊണ്ട് അത് നേടാൻ നോക്കില്ലേ. പക്ഷെ പ്രവൃത്തി എന്തുകൊണ്ടാണെന്നറിയാതോ? ഒന്നുമില്ലാതിരുന്ന നമ്മളെ എല്ലാത്തിനും അവകാശികളാക്കിയത് കൊണ്ട്, ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ പിന്നീട് നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നത്. പ്രവൃത്തി കൊണ്ട് ബോവാസിനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കണ്ട, അത് ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബോവാസ് പറയുന്നത്, നീ എന്തിനാ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നേ? നീ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാ. പക്ഷേ ആ ബോവാസിനോടുള്ള സ്നേഹം, ആ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നെ വീണ്ടെടുത്തുവല്ലോ. മോവാബിയ സ്ത്രീയായിരുന്ന എന്നെ, വെറും യോഗ്യതയില്ലാതിരുന്ന പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത ബോവാസെ, മൈ കിൻസ്മാൻ റിഡീമർ, എൻ്റെ ഇനി ബാക്കിയുള്ള ജീവിതം നിനക്ക് വേണ്ടി. നീ എന്തു പറയുന്നു? അപ്പോൾ അതായത് നമ്മൾ ഭാര്യയോട് നമ്മൾ പറയുകയാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഞാൻ ചോദിക്കുന്നതല്ലേ, ചായ ഉണ്ടാക്കാൻ അറിയുമോ, പുട്ടുണ്ടാക്കാൻ അറിയാമോ? അപ്പം പുട്ടുണ്ടാക്കാൻ അറിയുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ കെട്ടുവാൻ സാധിക്കില്ല, നിൻ്റെ പുട്ടിൻ്റെ ക്വാളിറ്റി കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലും കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതായത് എന്ന് ആ സ്ത്രീയുടെ പുട്ടിൻ്റെ ക്വാളിറ്റി കുറയുന്നു, അവളെ ഡൈവോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. നമുക്കത് ഒരു വിരോധാഭാസമായിട്ട് തോന്നില്ലേ? അപ്പോൾ എന്നാണ് യേശു നമ്മുടെ പ്രവൃത്തികൾ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല. പക്ഷേ കല്യാണം കഴിച്ചത് എന്തിനാണെന്നറിയാമോ? ബിക്കോസ് ഹി ലവ്ഡ് us. അത് കഴിഞ്ഞ് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. കാരണം എന്താ അറിയോ? പുള്ളിയോടുള്ള സ്നേഹം കൊണ്ട്. യേശു ക്രിസ്തുവിന് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചത് ഉണ്ടാക്കി കൊടുക്കുന്നത്, ആ സ്നേഹം വേറെയാണ്. അല്ലാതെ ഒരു കോൺട്രാക്റ്റിൽ എഴുതി ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് എനിക്ക് കേക്ക് ഇനിയുള്ള ശിഷ്ടകാലം മൊത്തം ഞാൻ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കി കൊടുക്കാം, ആ കോൺട്രാക്റ്റ് ഒപ്പിട്ട് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് എന്നാൽ പണ്ടാരം അയാൾക്ക് എല്ലാ ദിവസവും ഞാൻ കേക്ക് ഉണ്ടാക്കാം, അങ്ങനെയല്ല. എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എടുത്ത്, യാതൊരു യോഗ്യതയില്ലാത്ത എന്നെ എടുത്ത് സർവത്തിനും അവകാശിയാക്കി മാറ്റിയത് കൊണ്ട് ആ ഇടയന്, ആ കിൻസ്മാൻ റെഡിയന്, ആ വീണ്ടെടുപ്പുകാരന് ഞാൻ എൻ്റെ ജീവിതം തന്നെ സലാം. ഇതാണ് ആ വീണ്ടെടുപ്പുകാരൻ്റെ അർത്ഥം. ഇതാണ് ആ ചുരുളിൻ്റെ അകത്തുള്ളത്. ആ ചുരുളിനകത്ത് നമ്മുടെ പേരുകളുണ്ട്, നമ്മുടെ എല്ലാം ഉണ്ട്. ആ 7 മുദ്രകൾ തുറക്കുമ്പോൾ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ മേൽ ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരികയാണ്.
So this chapter 4 and 5 is so significant. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വീണ്ടെടുപ്പുകാരൻ അടുത്ത ബന്ധുവായിരിക്കണം. ബന്ധു എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുവാൻ തയ്യാറുള്ളവനും വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനും ആയിരിക്കണം. യേശു ക്രിസ്തുവിന് യോഗ്യതയുണ്ടോ? ഉണ്ട്. ആ യോഗ്യത തെളിയിച്ചുകൊണ്ടാണ് അവിടെ വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആ ചുരുളുകൾ എടുക്കുന്നത്. കാരണം അതിന് യോഗ്യനായി, വെറുതെ വന്ന് കയറിയതല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മളെ വീണ്ടുപിടിച്ചു. ബോവാസ് ചെന്ന് ആ റൂത്തിനെ വീണ്ടെടുക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ സകല കടങ്ങളും ഞാൻ വീട്ടിക്കൊള്ളാം. നമ്മുടെ ഈ വചനം കേൾക്കുന്ന, ഇന്ന് കേൾക്കുന്ന, എൻ്റെ സ്വരം കേൾക്കുന്ന ഓരോരുത്തരുടെയും കടം യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ വീട്ടി. നമ്മുടെ പാപം, നമ്മുടെ ശാപങ്ങൾ, നമ്മുടെ കടങ്ങൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ഇനി അത് വീണ്ടും കിടന്ന് കരയേണ്ട ആവശ്യമില്ല. പിശാചിന് മുമ്പിൽ ഇനി നമുക്ക് മുട്ടുമുടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇന്ന് സിംഹാസനത്തിൽ നിൽക്കുന്നു. അവൻ്റെ വലം കൈയിൽ ആ ചുരുളിയിരിക്കുന്നു. പിശാച് നിങ്ങളെ താഴ്ത്തി ഇടാൻ നോക്കുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ആരാന്നറിയാമോ? എൻ്റെ കിൻസ്മാൻ റിഡീമർ ആരാന്നറിയോ? ഹീസ് നോട്ട് ഓൺലി ദ ലാംബ് ഓഫ് ഗോഡ്, ഹീസ് ദ ലയൺ ഓഫ് ജൂഡ. ആ ക്രിസ്തുവിന് സകലതും ഉള്ളതെല്ലാം ഞാനും അവകാശി. എൻ്റെ ഒരു അവകാശവും നിനക്ക് കൊണ്ടുപോകാൻ യാതൊരു കഴിവുമില്ല. നിന്നെ കൊണ്ട് സാധിക്കില്ല പിശാചേ. ഇതാണ് ആ ചുരുള്. ആ ചുരുള് അത് തുറന്നില്ലെങ്കിൽ ആരും അവകാശമില്ലാതെ നമ്മളെല്ലാവരും മരിക്കേണ്ടത്. നമുക്ക് യാതൊരു യോഗ്യതയില്ല. അതാണ് യോഹന്നാൻ കരഞ്ഞത്. ഇനി കരയുവാൻ ഒരു കാര്യമില്ല. കാരണം എന്തുവാ? ആ ചുരുളുകൾ എടുത്തു കഴിഞ്ഞു. കുഞ്ഞാടിൻ്റെ ആ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ പ്രവൃത്തിയാൽ. അതുകൊണ്ടാണ് അവർ ആ പാട്ടുകളൊക്കെ പാടുന്നതും 3 തലകൾ 4 തലകളിലുള്ള ആരാധന നടക്കുന്നത്, അല്ലേ? ആദ്യം സ്വർഗത്തിലൊരു ആരാധന, ഭൂമിയിലൊരു ആരാധന, ഭൂമിയുടെ അടിയിലൊരു ആരാധന, കടലിൻ്റെ അടിയിൽ നിന്നുള്ള ആരാധന. അതിന് യോഗ്യനാണ്. കാരണം എന്തുവാ? സ്വന്തം രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത്. ഈ സകല സൃഷ്ടിയും, എനിക്കൊന്ന് സകല സൃഷ്ടിയുടെയും ടൈറ്റിൽ ഡീഡായിരുന്നു അത്. അതുകൊണ്ടാണ് സകല സൃഷ്ടിയും സന്തോഷിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം നശിച്ചേനെ, പിശാച് നശിപ്പിക്കുകയും ചെയ്തേനെ. സകല സൃഷ്ടിയും ഇന്ന് ഉല്ലസിക്കുന്നതും ആരാധിക്കുന്നതും ഇന്ന് നമ്മൾ പാട്ടുപാടുന്നതും ഒരേ ഒരു കാര്യം കൊണ്ടാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ ചർച്ചക്കാരൻ. അങ്ങനെ അകലെ നിൽക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയ ബോവാസ്. ഈസ് ആർ കിൻസ്മാൻ റിഡീമർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ 4ഉം 5ഉം മനസ്സിലാക്കാതെ ഇനി 6 മുതൽ ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. കാരണം അല്ലെങ്കിൽ പിശാച് നമ്മളെ വീണ്ടും പറ്റിക്കും. പ്രവൃത്തികൾ വേണോ? തീർച്ചയായും വേണം. ഫലങ്ങൾ വേണോ? തീർച്ചയായും വേണം. പക്ഷെ അതെല്ലാം ദൈവസ്നേഹത്തെ കൊണ്ട്. അത് പ്രവൃത്തി ചെയ്യുന്നവനും ഫലം കായ്ക്കുന്നവനും റിവാർഡുണ്ടോ? തീർച്ചയായും പ്രതിഫലമുണ്ട്, കിരീടങ്ങളുണ്ട്. പക്ഷെ നമ്മളെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് പ്രവൃത്തി കൊണ്ടാണെന്ന് മാത്രം പറയല്ലേ. അത് നിങ്ങളുടെ ഫലം ഉണ്ടാണെന്ന് മാത്രം പറയല്ലേ. നമുക്കൊരു ഫലവുമില്ലായിരുന്നു, ഒരു പ്രവൃത്തിയുമില്ലായിരുന്നു, നമ്മുടെ യാതൊരു കഴിവുമില്ലായിരുന്നു. ഈ ജസ്റ്റ് ഹാഡ് മേഴ്സി ഓൺ us. ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തിനോട് നമ്മൾ ഒത്തിരി നന്ദി പറയണം. കാരണം അവരുടെ തോറയില്ലായിരുന്നെങ്കിൽ, അവരുടെ വചനമില്ലായിരുന്നുവെങ്കിൽ ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ ഒരു നാളും അറിയില്ലായിരുന്നു. ആ വചനത്താൽ നമുക്ക് ആ യേശു ക്രിസ്തുവിന് വേണ്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. യേശു ക്രിസ്തുവിന് പ്രിയപ്പെട്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ മസിഹ ആരെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളിൽ കൂടെയാണ് ഇസ്രായേൽ മസിഹയെ അറിയാൻ പോകുന്നത്. വാവ്! നവോമിക്ക് ഇനി ഒരു ബന്ധമുള്ളത് ഈ റൂത്തിൻ്റെ കൂടെയാണ്. ബിക്കോസ് നൗ റൂത്ത് ഇസ് ദ ബ്രൈഡ് ഓഫ് ബോവാസ്. ഒന്നും കൂടെ അടുത്ത ബന്ധം. ഇപ്പം നമ്മൾ ചെറിയ ബന്ധമൊന്നുമല്ല, എന്നാൽ നവോമിയെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഞാൻ പറയാൻ കാരണം അങ്ങനെ ഒരു തിയോളജി ഉണ്ട്. അതായത് ഇസ്രായേൽ തള്ളപ്പെട്ടു എന്നും സഭയാണ് ഇനി എന്നേക്കുമായിട്ട് മുന്നോട്ടുള്ളത്. അത് വിശ്വസിക്കരുത്. അങ്ങനെ ഒരു ഭാഗവും ബൈബിളിലില്ല. നവോമി ഇല്ലാതെ റൂത്തില്ല, റൂത്തില്ലാതെ നവോമി അനുഗ്രഹിക്കപ്പെടുന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അതിശയകരമായ ഒരു ബന്ധം. ഈ ഭാഗങ്ങൾ എനിക്ക് എടുക്കണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ സ്വർഗത്തിൽ നടക്കുന്ന ഈ ആരാധനയിൽ വലിയ കാര്യമുണ്ടല്ലേ. ഒന്ന്, ആ സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്, ആ പിതാവിൻ്റെ സിംഹാസനത്തിൽ കൂടെ ഇരിക്കുന്ന ആരാ? ഈസ് ദ ലയൺ ഓഫ് ജൂഡ, ദ ട്രൈബ് ഓഫ് ജൂഡ, ദ റൂട്ട് ഓഫ് ഡേവിഡ്, ദ സൺ ഓഫ് ഡേവിഡ്.
ഈ റൂട്ട് ഓഫ് ഡേവിഡ് സൺ ഓഫ് ഡേവിഡും തമ്മിലുള്ള ഒരു സംശയം പരീക്ഷന്മാർ ചോദിക്കുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന് 41-46 വരെയുള്ള ഭാഗങ്ങളിൽ ആ സംശയം യേശുക്രിസ്തു തീർത്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പരീക്ഷന്മാർ പിന്നെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ടില്ല, സംശയം ചോദിച്ചിട്ടുമില്ല. അതും നിങ്ങൾ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കിൻസ്മാൻ റിഡീമർ എവിടെയാണ്? കുരിശിലാണോ? അല്ല, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. കെരൂബുകളും സെറാഫുകളും സകലതും അവനെ ആരാധിക്കുന്നു. ഇനി അധികം സമയമില്ല ദൈവത്തിൻ്റെ ജനമേ, ഇനി അധികം സമയമില്ല. ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ അത് വരാൻ സമയമായി. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ റെഡി ആയിട്ടുണ്ടോ? ഇഫ് വി ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, നമ്മൾ റെഡിയായോ? നമുക്ക് വേണ്ടി എല്ലാം അവകാശിയായ യേശു ക്രിസ്തു വരുവാനുള്ളത് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഒരു നാൾ തലകുനിച്ച് ഇരിക്കേണ്ടി വരും. നമുക്ക് വേണ്ടി എല്ലാം വീണ്ടെടുത്ത ഈ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമുക്കൊന്നും പറയുവാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ തൻ്റെ കയ്യിലുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ആ 7 ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ എല്ലാം വെടിക്കെട്ടാണ്. കാരണം 7 മുദ്രകൾ തുറക്കുമ്പോൾ 7 കാഹളനാദങ്ങൾ തുടങ്ങും. 7 കാഹളങ്ങൾ തുറക്കുമ്പോൾ 7 കലശങ്ങൾ തുടങ്ങും. ഇത് ഒന്നും തന്നെ ചെറുതല്ല. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഇരിക്കുക. അടുത്ത ആഴ്ച മുതൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അതിൻ്റെ 7 മുദ്രകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദൈവം നമുക്ക് പ്രത്യേകം കൃപ തരട്ടെ, വെളിപാടിൻ്റെ ആത്മാവിനെ തരട്ടെ അത് മനസ്സിലാക്കുവാൻ വേണ്ടി. ഐ ഹോപ്പ് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഫോർ ഈച്ച് വൺ ഓഫ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പാ, ഹൗ ഗ്രേറ്റ്ഫുൾ വി ആർ. നമ്മുടെ ഹൃദയം ഇന്ന് സന്തോഷം കൊണ്ട് നിറയുകയാണ് അപ്പാ. ആ റൂത്തിൻ്റെ സ്ഥാനത്ത് നമ്മളെ ചേർത്ത് വെച്ചതിനാൽ, ആ റൂത്തിൻ്റെ കഥ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയാണല്ലോ അപ്പാ. മോവാബിയ സ്ത്രീയായ റൂത്തിനെ ബോവാസിൻ്റെ സകലവും അവകാശിയായി മാറിയ ഒരു കഥ. സകലതും നഷ്ടപ്പെട്ടവളായിരുന്ന റൂത്ത് സകലതും നേടിയത് ഒരു കഥ. അപ്പോൾ ആ കഥ നമ്മുടെ കഥയാണ്. അതിൽ വീണ്ടും നമ്മളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചതിനാൽ, നമ്മളെ അങ്ങയുടെ രക്തത്താൽ മൂടിയതിനാൽ ഈ സ്നേഹത്തിന് വേണ്ടി നമ്മളെന്ത് പകരം നൽകും അപ്പ? എല്ലാം അങ്ങയുടെ കാൽ കീഴിൽ വെക്കുന്ന അപ്പ. അങ്ങേ ആ സെറാഫുകളും കെരൂബുകളുടെ 24 മൂപ്പന്മാരും കൂടെ ചേർന്ന് നമ്മൾ അങ്ങേ ആരാധിക്കുന്നു. You are worthy to be praised, to receive all blessing, glory, honor and power, everything that is there. We join with those in the heavens, we join with those on the earth, we join with those under the earth and even under the sea. ജീവനുള്ള സകലതും അങ്ങേ ആരാധിക്കും. ഓരോ ദിവസവും ആരാധനയിലും അങ്ങേ സ്തുതിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ആ കൃപയെ ഓർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ അപ്പ. അങ്ങേക്ക് ഫലം കായ്ക്കുന്നവരായി, ദൈവസ്നേഹത്തിൽ വളരുന്നവരായി, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നവരായി. അതിനൊരു കാരണം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ആ പ്രസാദകരമായ ജീവിതം ജീവിക്കണം എന്നുള്ളത്. We thank you, Father. We thank you for the wonderful design of your word. അങ്ങയുടെ അതിശയകരമായ ദൈവവചനത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. അതിലെ ഓരോ വരികളും അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞതെന്ന് നമ്മളിന്ന് മനസ്സിലാക്കുന്നു അപ്പ. അതൊന്ന് തുറന്ന് കാണിച്ചതിന് we thank you, my Father. ഇന്ന് കേട്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും അങ്ങയുടെ വചനം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ അപ്പ. അവർ ദൈവത്തിന് വേണ്ടി ആളുകത്തുന്ന ആത്മാക്കളായി മാറട്ടെ. We thank you, my Father. ഈ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാൻ, ഈ സുവിശേഷമായ അനേകരിലേക്ക് ചെന്നെത്തുവാൻ നമ്മളെ സഹായിക്കണമേ അപ്പ. We thank you, my Father. Thank you, Holy Spirit. In Jesus Christ's mighty name we pray.